നമസ്കാരം. വിജ്ഞാനത്തിന്റെ, വിനോദത്തിന്റെ, വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്, അറിവിന്റെ വിസ്മയച്ചപ്പുമായി IQ മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് ശ്രുതിയേക്കാൾ ഭയാനകം. ശ്രദ്ധ എന്ന് പറയുന്നതും കേൾവി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കേൾവി എന്ന് പറയുന്നത് കാതുകൊണ്ടാണ്, ശ്രദ്ധ എന്ന് പറയുന്നത് കൂടുതൽ ഗഹനമാണ്, ആഴത്തിലുള്ളതാണ്, ഹൃദയം കൊണ്ടാണ്. അപ്പോൾ ഇന്നെനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ശ്രദ്ധിക്കുക. ഓരോ ചോദ്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് വളരെയധികം ആലോചിച്ചതിന് ശേഷം ഉത്തരം പറയുക. കാരണം നമ്മൾ അവസാനത്തോട് അടുക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. Which of the following organizations provided medical help to the Turkish troops in Balkan War? ഞാൻ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ക്യൂബിലേക്ക് പോവാം. കാരണം ഒന്നാമത്തെ ചോദ്യമാണ്, വെറുതെ സസ്പെൻസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ 4 തവണ റോഡ് മാർഗം യാത്ര ചെയ്ത് കണ്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. നിങ്ങൾ പക്ഷേ ഒരു 5 വർഷം സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് അറിവ് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇതാണ് മത്സരം. സി ആൻഡ് വാട്ട്സ് യുവർ ആൻസർ? 1616. ചേച്ചി പറഞ്ഞ 1618. അപ്പൊ രണ്ടിനും ഇടയിലുള്ള 1617. പണ്ട് ഒരു കഥ പറഞ്ഞുതരാം. ഒരു ആനയും ഒരു കുതിരയും. കഥയൊന്നും വേണ്ടല്ലേ, ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ലെറ്റ്സ് സീ. വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ബാക്കി നിങ്ങൾ പറയില്ലേ? പാരതന്ത്ര്യം മാനികൾക്ക് ശ്രുതിയേക്കാൾ ഭയാനകം, അല്ലേ? അത് തീർച്ചയായിട്ടും അത് ഏറ്റവും ഫലവത്തായ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായൊരു നിമിഷമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത്, ഞങ്ങളൊക്കെ വിദേശത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ പോലും നമ്മുടെ ഈ പാസ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള റൂം, പാസ്പോർട്ട് അവിടെ കൊടുക്കുന്നു, എവിടെയോ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നലുണ്ടാവും. നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമായി എവിടേക്കും നടക്കാം, സ്വതന്ത്രമായി എന്തോ സംസാരിക്കാം. ആ ഒരു സുഖം നഷ്ടപ്പെടുന്ന സമയത്ത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ജയിലിൽ ശിക്ഷ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചുറ്റും മതിലുകൾ, അതുപോലെ തന്നെ പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്തൊരവസ്ഥ എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഹാരി ഹുദിനി എന്ന് പറയുന്നൊരു മാന്ത്രികനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അദ്ദേഹം എറിച്ച് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഹംഗറിയിൽ ജനിച്ചു. അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. ആ മജീഷ്യൻ ലോകത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ മാന്ത്രിക ലോകത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോൺ വാൾസ് ഡു നോട്ട് എ പ്രിസൺ മേക്ക് നോർ അയൺ ബാൾസ് എ കേജ് എന്നാണ്. സ്റ്റോൺ വാൾസ്, കൽമതിലുകൾ ഒരു കാരണവശാലും ഒരു ജയിലായി മാറുന്നില്ല, ഇരുമ്പഴികൾ ഒരു കേജായി മാറുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിന് സ്വതന്ത്രമായി എങ്ങോട്ടും യാത്ര ചെയ്യാൻ സാധിക്കും. എവിടെ കിടന്നു കഴിഞ്ഞാലും സ്വതന്ത്രമായി ലോകത്ത് മുഴുവൻ നമുക്ക് നടക്കുവാൻ സാധിക്കും. അദ്ദേഹം കാണിച്ച ജാലവിദ്യകളെല്ലാം ചങ്ങലകൾക്കും പൂട്ടുകൾക്കും തളയ്ക്കുവാനാവാത്ത ഹാരി ഹുദിനി എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയുന്നത്. റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലും, ജയിലറയ്ക്കുള്ളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാലും, എവിടെ ഇട്ട് കഴിഞ്ഞാലും അദ്ദേഹം നിമിഷനേരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. ഹാരി ഹുദിനി എന്ന് പറയുന്ന മാന്ത്രികൻ. അദ്ദേഹം ലോകത്തിന് എല്ലാ മാജിക്കിൻ്റെയും, മരിക്കുന്നതിന് മുമ്പ് എല്ലാ ഇന്ദ്രജാലങ്ങളും അദ്ദേഹം രഹസ്യം എഴുതി വെച്ചു. അതാണ് മറ്റൊരു പ്രത്യേകത. ദി സീക്രട്സ് ഓഫ് ഹാരി ഹുദിനി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് എന്തെല്ലാം ജാലവിദ്യകൾ അദ്ദേഹം കാണിച്ചോ അതിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ അദ്ദേഹം പച്ചയായി എഴുതി വെച്ചു എന്നുള്ളതാണ്. ഒരു മാജിക്കിൻ്റെ രഹസ്യം പോലും നിഗൂഢമായി വെക്കുവാൻ, സ്വാതന്ത്ര്യമില്ലാതെ വെക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. എല്ലാം സ്വതന്ത്രമാവട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യമാണ്, അല്ലേ? പക്ഷികളും പറവകളും എല്ലാം ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് എല്ലാം സ്വാതന്ത്ര്യമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ സ്വതന്ത്രമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നു പോകാം. ഞാൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു മാജിക്ക് കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാജിക് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് സിമ്പിൾ. എൻ്റെ കയ്യിൽ ഒരു നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട്. നട്ട് ബോൾട്ടും കണ്ടല്ലോ.
നട്ട് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടല്ലോ അല്ലേ, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം, നന്നായി ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ടൈറ്റ് ചെയ്യാം, നന്നായി ടൈറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും ടൈറ്റ് ചെയ്യാം. ഇനി മാജിക് ആരംഭിക്കുകയാണ്. ഇനി ഈ നട്ടിന് ബോൾട്ടിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സോ വാച്ച് ഇറ്റ് കെയർഫുള്ളി. സി കണ്ടോ, and come up. സോ ദാറ്റ് ഈസ് ദി മാജിക്. അപ്പോൾ ഒരു നട്ടിനും ബോൾട്ടിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഇന്ദ്രജാലമാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അല്ലേ. അതിന് മുമ്പായിട്ട് നമുക്ക് സ്കോർ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. വാച്ച് ദി സ്കോർ ബോർഡ്. ടീം എ 910 മാർക്സ്, ബി 560 മാർക്സ്, സി 740 മാർക്സ്, ഡി 720 മാർക്സ്, ഇ 1120 മാർക്സ്, എഫ് 570 മാർക്സ്, ജി 570 മാർക്സ് ആൻഡ് ലാസ്റ്റ് എച്ച് 270 മാർക്സ്. ഇതാണ് നിങ്ങളുടെ സ്കോർ ബോർഡ്. ഇന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും പറയുവാനുള്ളത് നല്ല ഉജ്ജ്വലമായിട്ട് പങ്കെടുക്കണം. ഓരോ ചോദ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധ എന്ന് പറയുന്നതും കേൾവി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കേൾവി എന്ന് പറയുന്നത് കാതുകൊണ്ടാണ്, ശ്രദ്ധ എന്ന് പറയുന്നത് കൂടുതൽ ഗഹനമാണ്, ആഴത്തിലുള്ളതാണ്, ഹൃദയം കൊണ്ടാണ്. അപ്പോൾ ഇന്നെനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ശ്രദ്ധിക്കുക. ഓരോ ചോദ്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് വളരെയധികം ആലോചിച്ചതിന് ശേഷം ഉത്തരം പറയുക. കാരണം നമ്മൾ അവസാനത്തോട് അടുക്കുകയാണ്. ഓക്കെ, സോ യു ആർ റെഡി? ഓക്കെ. സ്വാതന്ത്ര്യം, ഫ്രീഡം, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Which of the following organizations provided medical help to the Turkish troops in Balkan War? International Council of Nurses, Pax Romana, Global Humanitarian Forum, Red Crescent Society. ചോദ്യം ആവർത്തിക്കുന്നു. ഏത് സംഘടനയാണ് ബാൽക്കൺ യുദ്ധത്തിന് ടർക്കിഷ് ട്രൂപ്പിന് വൈദ്യസഹായം നൽകിയത്? ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ്, പാക്സ് റൊമാന, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫോറം, റെഡ് ക്രസന്റ് സൊസൈറ്റി. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ആദ്യത്തെ ചോദ്യമാണ്, തെറ്റാതെ ഉത്തരം പറയണം. ബസർ പ്ലീസ്. യെസ്, MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം ആണ് ഉത്തരം പറയുവാൻ പോകുന്നത്. സോ യുവർ ആൻസർ പ്ലീസ്. സർ, ഓപ്ഷൻ ഡി, റെഡ് ക്രസന്റ് സൊസൈറ്റി. ഓപ്ഷൻ ഡി, റെഡ് ക്രസന്റ് സൊസൈറ്റി ആണ്. ഈ സംഘടനയാണ് ബാൽക്കൺ യുദ്ധത്തിന് ടർക്കിഷ് ട്രൂപ്പിന് വൈദ്യസഹായം നൽകിയത് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഞാൻ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ക്യൂബിലേക്ക് പോവാം. കാരണം ഒന്നാമത്തെ ചോദ്യമാണ്, വെറുതെ സസ്പെൻസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലേ. ലെറ്റ്സ് സീ ദാറ്റ്. That's the right answer. എപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും വലിയ ഫ്രീഡം അല്ലേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്. Who was the first Muslim president of Indian National Congress? Hakim Azmal Khan, Abul Kalam Azad, Rafi Ahmad Kidwai, Badruddin Tayyabji. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം തലവൻ ആരാണ്? ഹക്കീം അസ്മൽ ഖാൻ, അബുൽ കലാം ആസാദ്, റാഫി അഹമ്മദ് ഖുദൈ, ബദ്രുദ്ദീൻ തയ്യാബ്ജി. നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം തലവൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചവർക്കാണ് ഇതിൻ്റെ കൃത്യമായിട്ട് ഉത്തരം ലഭിക്കുക. സോ നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം തലവൻ ആരാണ്? 4 എണ്ണത്തിൽ ഒരെണ്ണം പറയാം. ഓപ്ഷൻ ഡി, ബദ്രുദ്ദീൻ തയ്യാബ്ജി. ഓപ്ഷൻ ഡി, ബദ്രുദ്ദീൻ തയ്യാബ്ജി.
നോക്കാം നമുക്ക്. That's right. Perfect. Congratulations. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന, നിങ്ങളെപ്പോലെയുള്ള യുവാക്കളോടും യുവതികളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ മുഴുവൻ ഒന്ന് റോഡ് മാർഗം കാണണം കേട്ടോ. നിങ്ങളൊരു പക്ഷേ ഒരു 5 വർഷം സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് അറിവ് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അത് ഇത്രമാത്രം സംസ്കാര സമ്പന്നമല്ല നമ്മുടെ ഇന്ത്യയെ പോലെ മറ്റൊരു രാജ്യമെന്ന് പറയുന്നത്. പക്ഷേ ഭാരതത്തിൽ ഞങ്ങൾ 4 തവണ ഇന്ത്യ യാത്ര നടത്തിയതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ 4 തവണ റോഡ് മാർഗം യാത്ര ചെയ്ത് കണ്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. നമ്മൾ ഈ മീററ്റിലൊക്കെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റിൽ മംഗൾ പാണ്ഡെ, താന്തിയ തോപ്പെ, ബിർസ മുണ്ട ഇവരുടെയൊക്കെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ജാലവിദ്യയാണ് ഞങ്ങൾ ആദ്യം അവതരിപ്പിച്ചു തുടങ്ങുന്നത്. 2 മാസവും 4 മാസവും ഭാരതത്തിൻ്റെ വിരിമാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യാത്ര വല്ലാത്ത ദുഷ്കരമാണ്, വല്ലാത്ത അവസ്ഥയാണ് നമ്മളുണ്ടാകുന്നത്. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മണ്ണിൽ നമ്മൾ തൊടുന്ന സമയത്ത് ഇന്ത്യയുടെ വേരുകൾ തേടിയുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മുടെ പഴയ ആളുകൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ ജാലിയൻ വാലാബാഗൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവും. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയൊക്കെ പഠിക്കുന്നത് അല്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ക്വസ്റ്റ്യൻ. Who was elected the president of Indian National Congress in the Surat session 1907, famous for Surat split? Dr. Rash Bihari Ghosh, Lala Lajpat Rai, Dadabhai Naoroji, Firoz Shah Mehta. ചോദ്യം ആവർത്തിക്കുന്നു. 1907 സൂറത്ത് സഭയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവരിൽ ആരാണ്? ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ്, ലാല ലജ്പത് റായ്, ദാദാബായ് നവറോജി, ഫിറോസ് ഷാ മെഹ്ത. ഈ 4-ൽ ആരാണ് 1907 സൂറത്ത് സഭയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. Your answer. ഓപ്ഷൻ എ ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ്. ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ് ആണ് 1907 സൂറത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ടീം സി പറയുന്നത്. യെസ്, എക്സാക്ട്ലി അതല്ലേ അതെ. ഓക്കെ, സോ നമുക്ക് കാണാം. ആൻസർ ക്യൂബിലേക്ക് പോവാം. പെർഫെക്റ്റ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി അത്രമാത്രം പടപൊരുതിയത് അല്ലേ. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ചോദ്യം ഇതാണ്. How many delegates had attended the first session of the Indian National Congress in 1885? 75, 92, 112, 72. ചോദ്യം ആവർത്തിക്കുന്നു. 1885 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് എത്ര പേരായിരുന്നു? 75, 92, 112, 72. ആദ്യത്തെ 1885 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് എത്ര പേരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആലോചിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് പടപൊരുതാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത എത്ര പേരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. യുവർ ആൻസർ. സർ, ഓപ്ഷൻ എ 75. ഓപ്ഷൻ എ 75. 75 ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1885 നടന്ന
ആദ്യ യോഗത്തിൽ പങ്കെടുത്തതെന്നുള്ളതാണ് ടീം ഡിയുടെ അഭിപ്രായം. ആൻഡ് ലെറ്റ്സ് സീ പ്ലീസ്. അത്ര ഉറപ്പുണ്ടായിട്ട് പറഞ്ഞാണോ? അല്ല, അതാണ് പറ്റിയത്. നിങ്ങൾ അത്രയും ഉറപ്പുണ്ടായിട്ട് പറഞ്ഞതല്ല അല്ലേ? അല്ല. ഓക്കെ, ഇനി നമുക്ക് 3 ചോയ്സ് ആണുള്ളത്: 92, 112 ആൻഡ് 72. ബസർ പ്ലീസ്. യാ, സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം ടീം ബി ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ഡി 72. ഓപ്ഷൻ ഡി 72. 72 പേരാണ് 1885 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തതുള്ളതാണ് ടീം ബിയുടെ അഭിപ്രായം. യപ്പ്, ഓക്കെ, ലെറ്റ്സ് സീ. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. എന്താണ് ടീം ഡി നിങ്ങൾ 75 എന്ന് പറയാൻ കാരണം? ഒരു 70 ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? കൺഫ്യൂഷൻ പോലും ഉണ്ടായില്ല. 72 ആണോ 75 ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 75 ആണെന്ന് തോന്നിപ്പോയി അല്ലേ? അബദ്ധവശാൽ തോന്നിപ്പോയി അല്ലേ? സംഭവിച്ചു പോയി അല്ലേ? സംഭവിച്ചു പോയി, അതാണ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് 72. 72 പേരാണ് 1885. ആലോചിക്കണം കേട്ടോ. നമ്മുടെ ഭാരതത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു ശക്തിയായിട്ട് മാറി. കോൺഗ്രസ് ഒരു തവണ നമ്മുടെ മഹാത്മാഗാന്ധി പിരിച്ചുവിടണമെന്ന് പറഞ്ഞതാണ് അല്ലേ? പക്ഷേ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു പടപൊരുതാൻ വേണ്ടി ആദ്യം വെറും 72 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. അതാണ് പിന്നെ ഒരു വലിയൊരു ജനശക്തിയായി മാറി ഒരു സാമ്രാജ്യത്വ ശക്തിയെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തുരത്തി ഓടിച്ച് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി. അപ്പോൾ ചെറിയൊരു സ്പാർക്ക് മതി ഒരു വലിയ തീ ആളിക്കത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അത്. നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ചോദ്യം ഇതാണ്: During British era, the Duke Memorandum became the basis of which among the following? Nehru Report, Montfort Reforms, Indian Council Act 1909, Government of India Act 1935. ചോദ്യം ആവർത്തിക്കുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇവയിൽ ഏതിൻ്റെ അടിസ്ഥാനമായി ഡ്യൂക്ക് മെമ്മോറാണ്ടം, നെഹ്റു റിപ്പോർട്ട്, മോൺഫോർട്ട് റിഫോംസ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ ആണോ? ബസറിൽ ആരുടെയും വിരൽ ഇല്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എനിവേ, ലെറ്റ്സ് സീ. ബസർ പ്ലീസ്. നോ. ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല എന്നുള്ളതാണല്ലേ? വീണ്ടും ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ പ്രസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം. നോ, നോ. ഒരു ചാൻസ് കൂടി തരികയാണ്. ബസർ പ്ലീസ്. ഈ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ അവസരത്തിൽ ഉപേക്ഷിച്ചെങ്കിലും 2ാമത്തെ അവസരത്തിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കരുത്ത്. ഓക്കെ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷൻ്റെ പേരിൽ തന്നെയാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. പരീക്ഷണമാണല്ലേ? വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും അറിയില്ല. എനിവേ, വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതാണ് ആൻസർ എന്നാണ് പറയുന്നത്. ഓക്കെ, യാ, നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൺഫ്യൂഷനുണ്ട്. വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും അറിയില്ല. എനിവേ, നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാം. കാരണം കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ പ്രസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു ബസർ പ്ലീസ് എന്ന് പറഞ്ഞ സമയത്ത് ആരും മിണ്ടിയില്ല. 2ാമത് വീണ്ടും അവസരം കൊടുത്ത സമയത്ത് ഏറ്റെടുക്കാനുള്ള ധൈര്യസമേതം ഈ ഗ്രൂപ്പ് മാത്രം മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഹിയർ ഈസ് യുവർ ചാൻസ്.
വെരി അൺഫോർച്ചുനേറ്റ്. രണ്ടാമതൊരു പരീക്ഷണത്തിന് മുതിർന്നത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു. പക്ഷേ ഇനിയും ആരെങ്കിലും പരീക്ഷിക്കാനുണ്ടെങ്കിൽ ഒരവസരം കൂടിയുണ്ട്. ഒരവസരം കൂടി. ബസർ പ്ലീസ്. യാ, ഇതാണ് മത്സരം. സി ആൻഡ് വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ബി മോൺഫോൺ റിഫോംസ്. ഓപ്ഷൻ ബി. ബി. ഓപ്ഷൻ ബി മോൺഫോർഡ് റിഫോംസ്. മോൺഫോർഡ് റിഫോംസ്. ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം എന്താ വെച്ചാൽ ആദ്യം പ്രസ് ചെയ്തില്ല എന്നുള്ളതാണ്. ആദ്യം രണ്ടാമതും പ്രസ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചില്ല, മൂന്നാമത് പ്രസ് ചെയ്തു എന്നുള്ളതാണ്. അതാണെന്നൊരു ചെറിയൊരു ഗസ് ഉണ്ടായിരുന്നു. ഏതാണെന്നുള്ളത്? മോൺഫോർഡ് റിഫോംസ്. അതായിരുന്നു ആദ്യം മനസ്സിൽ കണ്ടത്. അതായിരുന്നു കണ്ടത്. ആ, പിന്നെ പേടിച്ചിട്ട് അല്ലല്ല, പേടിച്ചു. ഇപ്പൊ പേടിയാൻ പോയി. പേടിയല്ല, പേടിക്കാതിരിക്കുന്നേ ഉള്ളൂ. അല്ല, രണ്ട് കൽപ്പിച്ചൊന്നും ചെയ്ത. രണ്ട് കൽപ്പിച്ചാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. രണ്ട് കൽപ്പിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും റിസൾട്ട് നമ്മൾ നോക്കണ്ടേ? നമുക്ക് നോക്കണ്ടേ? നോക്കാം. യാ, പണ്ട് ഒരു കഥ പറഞ്ഞുതരാം. ഒരു ആനയും ഒരു കുതിരയും. കഥയൊന്നും വേണ്ടല്ലേ, ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ലെറ്റ്സ് സീ. That's the right answer. Montfort Reform. ഇതാണ് യഥാർത്ഥ മത്സരം അല്ലേ? നമ്മൾ ആദ്യം പ്രസ് ചെയ്യുന്നില്ല, രണ്ടാമത് പ്രസ് ചെയ്യുന്നു, അത് തെറ്റിപ്പോകുന്നു, മൂന്നാമത് വീണ്ടും പ്രസ് ചെയ്യുന്നു സംശയത്തിൻ്റെ പേരിൽ തന്നെ. പക്ഷേ ആ ഒരു സംശയത്തിനകത്ത് നിങ്ങൾ ഇത്രയും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു എന്ന് പറയുന്നത് മഹത്താണ്, വലിയ കാര്യമാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, നമ്മളൊക്കെ പണ്ടൊക്കെ ഈ ഒരു പ്രായത്തിൽ ഒളിച്ചോട്ടമായിരുന്നു, വല്ലാത്ത ഒളിച്ചോട്ടമായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും ഈയുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒളിച്ചോട്ടം അവിടെ നിന്ന് അങ്ങോട്ട് ഓടുക, ഒന്നിനും തയ്യാറായില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ, വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വളർന്ന് വലിയൊരു തലമുറയായിട്ട് മാറുന്ന സമയത്ത്, ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഒറ്റ ചവിട്ടിൽ തെറിപ്പിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആറാമത്തെ ചോദ്യം ഇതാണ്. The Battle of Chillianwala was a part of Anglo-Maratha Wars, Anglo-Carnatic Wars, Anglo-French Wars, Anglo-Sikh Wars. ചോദ്യം ആവർത്തിക്കുന്നു. ചില്യൻവാല യുദ്ധം എന്തിൻ്റെ ഭാഗമായിരുന്നു? ആംഗ്ലോ-മറാത്ത വാർ, ആംഗ്ലോ-കർണാട്ടിക് വാർ, ആംഗ്ലോ-ഫ്രഞ്ച് വാർ, ആംഗ്ലോ-സിഖ് വാർ. ആലോചിക്കുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ഒന്നും വേണ്ടായിരുന്നു തോന്നിപ്പോന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വന്നതും ഒക്കെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഫൈറ്റിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് അല്ലേ? ഓക്കെ, സോ റെഡിയാണോ? ബസർ പ്ലീസ്. നോ. അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് തയ്യാറുണ്ടോ? വൺസ് അഗെയിൻ ബസർ പ്ലീസ്. നോ. എല്ലാ സാധ്യതകളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു അല്ലേ? ഓക്കെ, സോ അപ്പം നമുക്ക് വിടാം. ഗസ്. ആംഗ്ലോ ഇവിടെയാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും കറക്റ്റ് ആൻസറാണ് പറയുന്നത്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ആംഗ്ലോ സിഖ് വാർ ആണ് കറക്റ്റ് ആൻസർ. ഇത് ആദ്യം ഉത്തരം പറയുന്നില്ല, ബസർ അമർത്തുന്നില്ല, പരീക്ഷണത്തിന് തയ്യാറാവുന്നില്ല. അതിനുശേഷം ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് വിളിച്ചു പറയുന്നു ആംഗ്ലോ സിഖ് വാർ എന്നുള്ളത്. ആരും തെറ്റുന്നില്ല. ഓക്കെ. എനിവേ, ദാറ്റ് ദ റൈറ്റ് ആൻസർ ഈസ് ആംഗ്ലോ സിഖ് വാർ. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഏഴാമത്തെ ചോദ്യം ഇതാണ്, കാണാം. In which year Jahangir issued the charter to East India Company for establishing the trade establishments in India? 1615, 1616, 1617, 1618. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിൽ വ്യവസായം ദൃഢീകരിക്കാനായി ജഹാംഗീർ ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി നൽകിയത്? 1615, 1616, 1617, 1618.
ഇന്ത്യയിൽ വ്യവസായം സ്ഥിരീകരിക്കാനായി ജഹാംഗീർ ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. 4 വർഷങ്ങളുണ്ട്. 1615 മുതൽ 1618 വരെയുള്ള 4 വർഷങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. ബസർ പ്ലീസ്. യെസ്, പറയാം. ഏത് വർഷം? ഓപ്ഷൻ സി 1617. ഓപ്ഷൻ സി 1617. 1617 ഇന്ത്യയിൽ വ്യവസായം ദൃഢീകരിക്കാനായി ജഹാംഗീർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി നൽകിയതെന്നുള്ളതാണ് സി പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ടീമിന്റെ പേര് സി ആയതുകൊണ്ട് സി സെലക്ട് ചെയ്താണോ? അല്ല, ചേച്ചി ഞാൻ പറഞ്ഞ 1616. ചേച്ചി പറഞ്ഞ 1618. അപ്പോൾ രണ്ടിനും ഇടയിലുള്ള 1617. നല്ല സെലക്ഷൻ. രണ്ടുപേർക്ക് പിണക്കുണ്ടാവില്ല അല്ലേ? ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആൻസർ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എപ്പിസോഡ് തുടങ്ങി കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ ഒരു സെലക്ഷൻ നടക്കുന്ന ആദ്യമായിട്ടായിരിക്കും. എനിവേ, നമ്മൾ പോകുന്നു അല്ലേ? ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കുന്നത്. നിങ്ങൾ രണ്ടുപേര് പറഞ്ഞതാണോ ശരി, അതോ സെലക്ട് ചെയ്താണോ ശരി എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആൻസർ 1617 എന്നുള്ളതാണ്. റൈറ്റ്? റൈറ്റ്, ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, രണ്ടുപേരും ശരിയല്ല, രണ്ടുപേർക്കും ഇടയിലാണ് ശരി എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, ശരി, ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, ഇനി നമ്മൾ ഈ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം, 8ാമത്തെ ചോദ്യം ഇതാണ്. കാണാം. August 9, 1925 is known in the Indian history of for which of the following incidents? Chauri Chaura incidents, Bakhori train robbery, Jallianwala Bagh incident, the siege of Kanpur. ആഗസ്റ്റ് 9, 1925 ഇന്ത്യൻ ചരിത്രത്തിലെ ഏത് സംഭവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ചൗരി ചൗര, കക്കോരി ട്രെയിൻ കൊള്ള, ജാലിയൻവാല ബാഗ് ദുരന്തം, കാൺപൂർ പിടിച്ചെടുക്കൽ. ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓഗസ്റ്റ് 9, 1925 ചോദ്യം. വർഷം ഇതാണ് 1925 ഓഗസ്റ്റ് 9. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബസർ പ്ലീസ്. യാ, ടീം ബി ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ടീം ബി. ഓപ്ഷൻ ബി കക്കോരി കോൺസ്പിറസി ട്രെയിൻ റോബറി. എന്താണ്? ഓപ്ഷൻ ബി കക്കോരി ട്രെയിൻ റോബറി. ഓപ്ഷൻ ബി കക്കോരി ട്രെയിൻ റോബറി. 1925 ഓഗസ്റ്റ് 9 അല്ലേ? ഇത് ഒരാളുടെ തലയിൽ തോന്നിയതോ രണ്ടുപേരുടെ തലയിൽ തോന്നിയതോ രണ്ടുപേരുടെ ഇടയിലൊരു തലയിൽ തോന്നിയതോ? ഗസ്സാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, യാ. റൈറ്റ് ഗസ്. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. കക്കോരി ട്രെയിൻ കൊള്ളയാണ് ആ വർഷത്തെ ഓഗസ്റ്റ് 9, 1925. ഓക്കെ, ഹിസ്റ്ററി ചോദിച്ചാൽ ഹിസ്റ്ററി പറയുന്നു, ഇന്ത്യൻ ഹിസ്റ്ററി ചോദിച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്നു, വേൾഡ് ഹിസ്റ്ററി ചോദിച്ചാൽ വേൾഡ് ഹിസ്റ്ററി പറയുന്നു, സയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നു, മാത്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നു. ചോദ്യം ക്ലിയർ ആണല്ലോ? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല ഡയർ ആണല്ലോ. ഡയർ അല്ലേ പറഞ്ഞത്? അയ്യോ, ഡയർ എന്ന് പറഞ്ഞപ്പോഴേ അവിടെ പൊട്ടിപ്പോയോ? 1857 നടന്ന ഈ വിപ്ലവത്തെ ദേശീയ പ്രക്ഷോഭമായിട്ട് വിവരിച്ചത് ഇതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. അത്ഭുതകരം, ആരും അമർത്തിയിട്ടില്ല. രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ ആൻഡ് ജ്ഞാനയോഗ ആർ ദി വേഴ്സ് ഓഫ് വിച്ച് എമംഗ് ദി ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് ഇന്ത്യ? കൺഫേം ചെയ്തിരിക്കുകയാണോ അതോ വളരെ കോൺഫിഡൻറ്റ് ലെവലോട് കൂടിയിട്ട് തന്നെയാണോ പ്രസിദ്ധീകരിക്കുന്നത്? എനിക്ക് വായിച്ചതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ വായിച്ചതായിട്ടുണ്ട്. ഓർമ്മയിൽ വായിച്ചതായിട്ടുണ്ട്. അല്ല, വായിച്ച സമയത്ത് ഓർമ്മയുള്ളതല്ല. അല്ല ഞാൻ വായിച്ച ആനിവേഴ്സൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, ഇനി എന്തായാലും മാറ്റാനും പറ്റില്ല. ആനിവേഴ്സൻ്റ് അത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മാറ്റുന്ന പ്രശ്നമില്ല.
That's it. And the magic is that. Watch 1, 2 and 3. ഇവരിൽ ആരാണ് ബംഗാളിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്? സെയ്ദ് അഹമ്മദ് ഖാൻ, അമീർ അലി, നവാബ് അബ്ദുൽ ലത്തീഫ് ഖാൻ, നവാബ് സമീഉള്ള ഖാൻ. ബസർ പ്ലീസ്. അതാ എന്താ ഇങ്ങോട്ട് നോക്കാത്തെ? 16ാമത്തെ ചോദ്യം ഇത്രയും കടുകട്ടിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? അന്ന് ഫയർ എന്നാണ് പറഞ്ഞത്, ഇപ്പൊ പറയാൻ പോകുന്നത് ബസർ എന്നാണ്. ഇന്നത്തേക്ക് ഞങ്ങൾ വിട പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.